Hello friends, welcome back. I am Ilhan. ഇന്നൊരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പലരും തന്നെ വീട്ടിലെ പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ മണ്ണിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ കൊക്കോപീറ്റിലൊക്കെ നമ്മൾ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ജിഫി ബാഗ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ജിഫി ബാഗിൽ പലരും ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരായിരിക്കും. എങ്കിലും അറിയില്ലാത്തവർക്ക് ഉപകാരമാവുമല്ലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണ് ജിഫി ബാഗ്, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ജിഫി ബാഗ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ജിഫി ബാഗ്സ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഈ ജിഫി ബാഗ്സ് ഉണ്ടാവുക. കൊക്കോപീറ്റിൻ്റെ പെല്ലറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. ഒരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളൊരു ബാഗിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറ് കംപ്രസ് ചെയ്ത് ഒരു ചിപ്പ് പോലെ ആക്കി എടുത്തിരിക്കുന്നതാണ് ഈ ജിഫി ബാഗ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതൊന്ന് നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ബാഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ഈ ബാഗ് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലപോലെ വീർത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. അപ്പോൾ ഇത് വേറൊരു ഷേപ്പിലേക്ക് മാറും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പ്ലാന്റ്സൊക്കെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വീർത്ത് വരാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ബാഗ് വെള്ളം വലിച്ചെടുത്തിട്ട് വീർത്ത് ഇങ്ങനെ വരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാഗ് എടുത്തിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ കട്ട പിടിച്ചിരിക്കുന്ന ചകിരിച്ചോറൊക്കെ ഒന്ന് ലൂസായിട്ട് കിട്ടും. അപ്പോൾ വളരെ പതുക്കെ വേണം ഇത് ചെയ്യാനായിട്ട്. ഒരുപാട് ബലം പ്രയോഗിച്ചൊക്കെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ബാഗ് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് എപ്പീഷ്യ പ്ലാന്റ്സ് ആണ്. അപ്പോൾ എപ്പീഷ്യ പ്ലാന്റ്സിൻ്റെ കുറച്ച് കട്ടിങ്സ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സോ അല്ലെങ്കിൽ റൂട്ടഡ് അല്ലാത്ത കട്ടിങ്സ് വെച്ചും ഒക്കെ നമുക്ക് ഈ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചധികം കട്ടിങ്സ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം ഈ ജിഫി ബാഗ്സിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ബാഗിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയ ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ തണ്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇതിനകത്ത് ഇരുന്നോളും. അപ്പോൾ നമ്മൾ എല്ലാ കട്ടിങ്സും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മണ്ണിലും വെള്ളത്തിലൊക്കെ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേരുകൾ വരാനായിട്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റൂട്ട്സൊക്കെ വന്ന് പ്ലാന്റ് വേഗത്തിൽ വളരുന്നതാണ്. നമ്മൾ ചെടി നടാൻ നേരത്ത് ഈ ബാഗ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബാഗിൻ്റെ അടിയിലൊരു ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മണ്ണിലേക്ക് ചട്ടിയിലേക്ക് നടാവുന്നതാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ബാഗ് ദ്രവിച്ച് മണ്ണിനോട് ചേരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ചെടി നട്ടു കൊടുക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.